Dear students, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ വരുന്ന ഡബ്ലിംഗ് പീരീഡ്സ് എന്നുള്ളതിനെ കുറിച്ച്. ഡബ്ലിംഗ് പീരീഡ് എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക, അതിൻ്റെ മെത്തേഡ്സ് എന്താണ്? ഓക്കെ, സാധാരണ നമുക്കറിയാൻ പറ്റും ഡബ്ലിംഗ് പീരീഡ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു നിശ്ചിത എമൗണ്ട് ഒരു നിശ്ചിത റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ എത്ര പീരീഡ് അല്ലെങ്കിൽ ഏത് പീരീഡ് കൊണ്ടായിരിക്കും അതിൻ്റെ എമൗണ്ട് ഡബിളായിട്ട് മാറുക. അങ്ങനെ ഉള്ള ഒരു പീരീഡ് നമ്മൾ ഡബ്ലിംഗ് പീരീഡ് എന്ന് പറയും. ഇപ്പോൾ 100 രൂപ നിക്ഷേപിച്ചു, അത് 200 രൂപയായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം. 1000 രൂപ നിക്ഷേപിക്കുമ്പോൾ അത് 2000 രൂപയായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്തായിരിക്കും? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ടാവും. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഡബ്ലിംഗ് പീരീഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ കോമ്പൗണ്ട് വാല്യൂ ടേബിൾ ക്യാൻ ആൾസോ ബി യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ദ ഡബ്ലിംഗ് പീരീഡ്. ഇപ്പോൾ കോമ്പൗണ്ട് വാല്യൂ ടേബിളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ, കോമ്പൗണ്ട് ഫാക്ടർ ടേബിൾ, CF ടേബിൾ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ടേബിളിൻ്റെ യൂട്ടിലിറ്റി നമുക്ക് ഇതിനും ഉപയോഗിക്കാൻ പറ്റും. എന്തിനു വേണ്ടി? ഡബ്ലിംഗ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. സോ ദ ഡബ്ലിംഗ് പീരീഡ് ഈസ് ദി ലെങ്ത് ഓഫ് പീരീഡ് ഇൻ വിച്ച് an amount becomes double at a given rate of interest. ഓക്കെ, അപ്പോൾ ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ടെങ്കിലാണ് ഇത് ചെയ്യാൻ പറ്റുക. For example, we find out the compound value table from table 3 or table 3 എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് ചില ടെക്സ്റ്റിൽ ടേബിൾ 1 ആവാം കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ കോമ്പൗണ്ട് ഫാക്ടർ ടേബിൾ എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ, സോ ഇറ്റ് ടേക്സ് 9 years to double at 8%, about 6 years at 12%. ക്ലിയർ? ഒരു നിശ്ചിത സമ്മ ക്ലിയർ ഡബിളായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം എന്ന് പറയുന്നത് 8% നിരക്കിലുള്ള പലിശയാണെങ്കിൽ 9 വർഷം കൊണ്ടും, ക്ലിയർ, അതുപോലെ തന്നെ 12% ആണ് നമ്മുടെ പലിശ വരുന്നതെങ്കിൽ 6 വർഷം കൊണ്ടും ഡബിളിംഗ് ആയിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെ കോമ്പൗണ്ട് ഫാക്ടർ ടേബിൾ എടുത്തിട്ട് നമുക്ക് നോക്കാം. അത് എങ്ങനെയാണ് നോക്കുക, എങ്ങനെയാണ് ഇത് നമുക്ക് നോക്കാൻ പറ്റുക? അപ്പോൾ നമ്മൾ കോമ്പൗണ്ട് ഫാക്ടർ ടേബിളിൻ്റെ നേരത്തെ നമ്മൾ നോക്കി അല്ലേ, ഇവിടെ നമുക്ക് റേറ്റ് ഉണ്ടാവും. ക്ലിയർ? സോ 2, 4 അല്ലെങ്കിൽ 6, 8, 10 ഇങ്ങനെയൊക്കെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ ഇവിടെ N തന്നിട്ടുണ്ടാവും. ക്ലിയർ? 1, 2, 3, 4, 5 ഇങ്ങനെ തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് നേർക്ക് ക്ലിയർ സാധാരണ ഇതിൽ കോമ്പൗണ്ട് വാല്യൂ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫാക്ടർ എന്ത് ചെയ്യും? 1.00 അല്ലെങ്കിൽ 1.1, 1.2 അല്ലെങ്കിൽ 1.3 ഇങ്ങനെയൊക്കെയാണ് വരിക. ക്ലിയർ? ഏത് ഇയർ വരുമ്പോഴാണ് അത് 2.00. ക്ലിയർ? അപ്പോൾ ഏതെങ്കിലും ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വെച്ച് നോക്കുന്ന സമയത്ത് ആ റേറ്റിൻ്റെ എല്ലാം താഴെ ക്ലിയർ 2.00 എന്നോ അല്ലെങ്കിൽ 1.9 ആ രീതിയിൽ 2.0ന് നിയറസ്റ്റ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ 2.01 അല്ലെങ്കിൽ ഇങ്ങനെ നിയറസ്റ്റ് ആയിട്ട് 2ൻ്റെ വാല്യൂ വരാൻ സാധ്യതയുള്ള ഒരു വർഷത്തെ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇയർ അല്ലേ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വർഷം സെലക്ട് ചെയ്യണേ അതാണ് ഡബ്ലിംഗ് പീരീഡ് ആയിട്ട് പറയാം. ക്ലിയർ? ഇപ്പോൾ ഡബ്ലിംഗ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടേബിൾ എടുക്കുമ്പോൾ എന്താ ചെയ്യുക? കോമ്പൗണ്ട് ഫാക്ടർ ടേബിൾ എടുക്കുന്നു, അതിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ കോളം നമ്മൾ എടുത്തിട്ട് അതിന് താഴെ നോക്കി വന്നിട്ട് എന്ത് ചെയ്യുന്നു? എവിടെ വെച്ചിട്ടാണ് നിയറസ്റ്റ് വാല്യൂ നിയറസ്റ്റ് 2.00 അല്ലെങ്കിൽ 2.000 അങ്ങനെ എക്സാക്റ്റ് ആയിട്ട് 2.00 കിട്ടണമെന്നില്ല. മേ ബി 1.983 അല്ലെങ്കിൽ 2.1013 അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കിട്ടുക. അപ്പം അങ്ങനെ കിട്ടുന്ന നിയറസ്റ്റ് 2ൽ വരുന്ന ഒരു പീരീഡ് ഏതാണെന്ന് നോക്കുക. ആ പീരീഡ് അതെങ്ങനെ നോക്കും? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ റോസിലേക്ക് നോക്കുക. ഒരു റോയിൽ നോക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് 7 years ആണെങ്കിൽ 7 years വിൽ ബി ദ ഡബ്ലിംഗ് പീരീഡ്. ക്ലിയർ? അല്ലെങ്കിൽ ഇത് 8 വർഷമാണ് കിട്ടുന്നതെങ്കിൽ 8 ആണ്, അല്ലെങ്കിൽ 9 ആണെങ്കിൽ 9, 10 ആണെങ്കിൽ 10 ഇങ്ങനെ. കോമ്പൗണ്ട് ഫാക്ടർ ടേബിളിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് താഴെ ക്ലിയർ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വാല്യൂ നിയറസ്റ്റ് ടു വരുന്നത് എവിടെയാണെന്ന് നോക്കി ആ വാല്യൂയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് ഇയറിനെ ഡബ്ലിംഗ് പീരീഡ് ആയിട്ട് എടുക്കാം. അതിൻ്റെ അർത്ഥം എന്താ? ഇങ്ങനെ ഒരു എമൗണ്ട്, ഒരു നിശ്ചിത എമൗണ്ട് ഈ നിശ്ചിത പലിശയ്ക്ക് ബാങ്കിൽ കോമ്പൗണ്ടിങ്ങിൽ നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ അത് ഇത്ര പീരീഡ് കൊണ്ടായിരിക്കും ഡബിളായിട്ട് മാറുക എന്ന് നമുക്കറിയാൻ പറ്റും. ഇത് വേറെ രീതിയിൽ ഫോർമുല ഉപയോഗിച്ചും ആൽജിബ്രിക് ഫോർമുല ഉപയോഗിച്ചും കണ്ടെത്താൻ പറ്റും. ക്ലിയർ? സോ ഇറ്റ് ക്യാൻ ബി ആൾസോ ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ഫോർമുല. അതിന് 2 ഫോർമുലാസാണ് ഉള്ളത്. ഒന്ന് റൂൾ 72, വേറൊന്ന് റൂൾ 69.
Okay, so there are two formulas available for calculating doubling period. One is rule 72, another one is rule 69. So doubling period according to rule 72 എന്താണ് പറയുന്നത്? സോ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. doubling period is equal to 72 divided by rate of interest. Clear? അപ്പോൾ 72നെ rate of interest കൊണ്ട് ഡിവൈഡ് ചെയ്യും. Say for example rate of interest 10 ആണ്, എന്ത് ചെയ്യുക? 72 divided by 10. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? that is equal to 7.2 ഇയേഴ്സ്. ക്ലിയർ? 7.2 വർഷം. ക്ലിയർ? ഇനി ഇത് 8 വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? 9 ഇയേഴ്സ് ആയിരിക്കും കിട്ടുക. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡബ്ലിംഗ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ക്ലിയർ? സിമ്പിൾ, ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണിത്. ക്ലിയർ? റൂൾ 72. അപ്പോൾ നമ്മൾ 72 ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ ഡെസിമലായിട്ട് എടുക്കാൻ പാടില്ല. ക്ലിയർ? പെർസെൻറ്റേജിൻ്റെ ശരിക്കുള്ള നമ്പർ എന്താണോ ആ വാല്യൂ ആണ് കൊടുക്കുന്നത്. അപ്പോൾ 10 ആണെങ്കിൽ 10% ആണെങ്കിൽ 10, 12% ആണെങ്കിൽ 12, ക്ലിയർ? 11 ആണെങ്കിൽ 11, ഇങ്ങനെ കൊടുക്കും. ക്ലിയർ? അപ്പോൾ കിട്ടുന്ന ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ്, ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന വാല്യൂ ആണ് എന്ത് പറയുന്നത്? ഡബ്ലിംഗ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു മാർഗത്തിലൂടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ ആൾട്ടർനേറ്റ് വേറൊരു ഫോർമുല കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് റൂൾ 69. അവിടെ ഡബ്ലിംഗ് പീരീഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു? അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം ഒരു കോൺസ്റ്റൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ക്ലിയർ? സോ 0.35 ഈസ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ. അതിനോടൊപ്പം എന്ത് ചെയ്യുന്നു? 69 ഡിവൈഡ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചെയ്യും. ക്ലിയർ? സേ ഫോർ എക്സാമ്പിൾ 69 ഡിവൈഡ് ബൈ 10 ആണ് കിട്ടുക. അപ്പോൾ 6.9 ആണ് ഇവിടെ കിട്ടുക. ക്ലിയർ? പ്ലസ് 0.35 കൂടെ ആഡ് ചെയ്യും. ക്ലിയർ? അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയിരിക്കുന്ന പോലെ തന്നെ കിട്ടും. ക്ലിയർ? ഏകദേശം 7.2 അല്ലേ? അതിൻ്റെ നിയറസ്റ്റ് ആയിട്ട് ഏകദേശം 25 ആണ് ഇവിടെ വരിക. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡബ്ലിംഗ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഡബ്ലിംഗ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ റൂൾ 69 എങ്ങനെ ചെയ്യാം? ആദ്യം 0.35 എടുക്കണം, അത് കോൺസ്റ്റൻ്റ് ആണ്. ക്ലിയർ? പ്ലസ് പിന്നെ എന്ത് ചെയ്യണം? 69 ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ് നോക്കാം. ക്ലിയർ? എന്നിട്ട് ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ദാറ്റ് വിൽ ബി ദി ഡബ്ലിംഗ് പീരീഡ്. അപ്പോൾ നമുക്കിവിടെ താഴെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, എക്സാമ്പിൾ 3. സോ ഇഫ് എ ഡിപ്പോസിറ്റ്സ് rupees 10,000 6% interest, in how many years this will amount be double? ഡബിൾ ആവാൻ എത്ര സമയം വേണം? 6% നിരക്കിൽ 10,000 രൂപ നിക്ഷേപിച്ചെങ്കിൽ 20,000 രൂപ ആവാൻ എത്ര സമയം വേണം? സോ വർക്ക് ഔട്ട് ദ പ്രോബ്ലം അക്കോർഡിംഗ് ടു റൂൾ 72 and 69. റൂൾ 72, 69 അനുസരിച്ച് വർക്കൗട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ? ഇപ്പോൾ റൂൾ 72 അനുസരിച്ച് ആദ്യം നോക്കാം അല്ലേ? ഡബ്ലിംഗ് പീരീഡ് ഈക്വൽ ടു 72 ഡിവൈഡ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. 72 by 6 നമുക്ക് കിട്ടും. അപ്പോൾ 12 ഇയേഴ്സ് നമുക്ക് കിട്ടും. ക്ലിയർ? ദെൻ റൂൾ 69 നോക്കുക. അവിടെ 0.35 നമ്മൾ ആദ്യം കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്തു, പ്ലസ് 69 ഡിവൈഡ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചെയ്തു. ക്ലിയർ? അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഈ വാല്യൂ നമ്മൾ നോക്കുന്ന സമയത്ത് 69.6. ക്ലിയർ? പ്ലസ് 0.35 ചെയ്യുമ്പോൾ 11.85 ഇയേഴ്സ് കിട്ടും. നിയറസ്റ്റ് ടു 12 ആയിട്ടാണ് വരുന്നത്. ക്ലിയർ? ചെറിയ വ്യത്യാസം വരാമെന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ? ഇത് തന്നെ നമുക്ക് ടേബിൾ വാല്യൂ എടുത്തിട്ടും ചെയ്യാം. ക്ലിയർ? അപ്പോൾ ടേബിൾ വാല്യൂ എടുത്ത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? കോമ്പൗണ്ട് ഫാക്ടർ ടേബിൾ എടുക്കണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? അതിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ കേസ് നോക്കണം. ക്ലിയർ? അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ കോമ്പൗണ്ട് ഫാക്ടർ ടേബിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ക്ലിയർ, കോമ്പൗണ്ട് ഫാക്ടർ ടേബിളിൻ്റെ കേസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട് അല്ലേ? 6% നിരക്കിലാണ് തന്നത്. അപ്പോൾ 6% നിരക്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? താഴെ 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 നോക്കി വരുന്നു. എന്നിട്ട് ഒരു വാല്യൂ നിയറസ്റ്റ് ടു 2 വരുന്നത് നോക്കും. ക്ലിയർ? അപ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് ഇവിടെ 1.8983 × 2.01 ഉണ്ട് അല്ലേ? അപ്പോൾ ഏകദേശം ഈ 2.01 നമുക്ക് നിയറസ്റ്റ് വാല്യൂ ആയിട്ട് എടുക്കാം. ക്ലിയർ? അപ്പം 2.01 നേർക്ക് വരുന്ന ഇയർ ഏതാണെന്ന് നോക്കണം. ക്ലിയർ? അപ്പോൾ അതിൻ്റെ ഇയർ ഏതാണെന്ന് നോക്കൂ. ഏകദേശം 12 ഇയേഴ്സാണ് വരുന്നത്. ക്ലിയർ? 2.01 അല്ലേ? അതിന് ജസ്റ്റ് നേർക്ക് നോക്കുകയാണെങ്കിൽ 12 ഇയേഴ്സാണ് വരുന്നത്. അപ്പോൾ ടേബിൾ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ടേബിൾ നോക്കിയിട്ട് ഡബ്ലിംഗ് പീരീഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? സോ കോമ്പൗണ്ട് ഫാക്ടർ ടേബിൾ എടുത്ത് ഇൻട്രസ്റ്റ് റേറ്റിന് താഴേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? 2 വരുന്ന വാല്യൂ നിയറസ്റ്റ് ആയിട്ട്, 2നോട് നിയറസ്റ്റ് ആയിട്ട് വരുന്ന ഒരു വാല്യൂ എവിടെയാണ് നോക്കുന്നു. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലേ റോ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇയറിൻ്റെ കോളം നോക്കുകയാണെങ്കിൽ, N കോളം നോക്കുകയാണെങ്കിൽ, പീരീഡ് കോളം നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത് പറയുന്നത്? ഡബ്ലിംഗ് പീരീഡ് എന്ന് പറയും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് ഡബ്ലിംഗ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള 3 മാർഗ്ഗം. ക്ലിയർ? ഒന്നുകിൽ ടേബിൾ റെഫർ ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ റൂൾ 72 അപ്ലൈ ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ റൂൾ 69 അപ്ലൈ ചെയ്ത് ചെയ്യാം. ഓക്കെ, so that is about exercise number 3. Clear? So finding period. Okay, sometimes we need to calculate the number of years it would take to equate the value of current
and future cash flows at a given rate. ക്ലിയർ? അപ്പോൾ ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ട് ക്ലിയർ ഈ എമൗണ്ട് നമ്മൾ നിക്ഷേപിക്കുന്ന എമൗണ്ട് ക്ലിയർ കറൻറ്റ് ഫണ്ട് ക്ലിയർ അതുപോലെ ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടുന്ന ഫണ്ട്, ഈ രണ്ട് ഫണ്ടുകളും ഈക്വൽ ആയിട്ട് വരുന്ന പീരീഡ് ഏതാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് ക്ലിയർ. സോ വി നീഡ് ടു കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് ഇയേഴ്സ് ഇറ്റ് വുഡ് ടേക്ക് ടു ഇക്വേറ്റ് ദ വാല്യൂ ഓഫ് കറൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ക്ലിയർ അറ്റ് ദ ഗിവൺ റേറ്റ്. നിലവിൽ നിക്ഷേപിക്കുന്നത് നമുക്ക് ക്യാഷ് ഔട്ട് ഫ്ലോ ആണ് ക്ലിയർ, നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടുന്നത് ക്യാഷ് ഇൻ ഫ്ലോ ആണ്. അപ്പോൾ എത്ര വർഷം കൊണ്ടാണ് നമ്മുടെ ഈ എമൗണ്ട് ആയിട്ട് വരിക, അല്ലെങ്കിൽ നമ്മൾ ഇപ്പം നിക്ഷേപിക്കുന്ന പൈസ തുല്യമായിട്ട് വരിക ക്ലിയർ, അല്ലെങ്കിൽ ഈ നമ്മൾ നിക്ഷേപിക്കുന്ന എമൗണ്ടിന് തുല്യമായിട്ടുള്ള പ്രസൻറ്റ് വാല്യൂ എപ്പോൾ കിട്ടും എന്നുള്ള രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ചെറിയൊരു ഇത് വരുന്നത് പ്രസൻറ്റ് വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പ്രസൻറ്റ് വാല്യൂവിനെ കുറിച്ച് നമുക്ക് നോക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ക്ലിയർ? പ്രസൻറ്റ് വാല്യൂ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ PVAF എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂ ആനുവിറ്റി ഫാക്ടർ എന്താണ്, ക്ലിയർ? അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്ത ശേഷം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, ദെൻ എഫക്റ്റീവ് ആൻഡ് നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വേറെ വരാവുന്ന ഒരു കാര്യമാണ്. എഫക്റ്റീവ് ആൻഡ് നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ EIR എന്നാണ് പറയുന്നത്, എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ക്ലിയർ. സാധാരണ ഇതിൽ എപ്പോഴാണ് വരിക? അപ്പോൾ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്നത്, so the effective interest rate of interest and nominal rate of interest are equal whenever they generate the same compound sum of future value. So the effective rate of interest is the annual compound rate of interest that is equivalent to annual interest rate compounded more than once per year, monthly, quarterly or half yearly. ക്ലിയർ? അപ്പോൾ അതിന് ഒരു ഫോമുലയും കൂടെ കൊടുത്തിട്ടുണ്ട്. സോ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കാൽക്കുലേഷൻ സിഗ്നിഫിക്കൻ്റ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ, നമുക്ക് നമ്പർ ഓഫ് കോമ്പൗണ്ടിങ് കൂടുന്തോറും അല്ലേ ഓരോ പ്രാവശ്യം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കൂടുതൽ നമ്മൾ ഇൻട്രസ്റ്റിനെ പ്രിൻസിപ്പളോടൊപ്പം ചേർത്ത് വീണ്ടും ചെയ്യുന്നതുകൊണ്ട് ക്ലിയർ നമ്പർ ഓഫ് കോമ്പൗണ്ടിങ് കൂടുന്തോറും ഗിവൺ റേറ്റിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു റേറ്റ് ആയിരിക്കും നമുക്ക് എഫക്റ്റീവായിട്ട് കിട്ടുക. ക്ലിയർ? സേ ഫോർ എക്സാമ്പിൾ 10% നിരക്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് നമുക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ക്ലിയർ? ഇപ്പം നോർമലി ഇയർലി കോമ്പൗണ്ടിങ് ആണെങ്കിൽ അല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് നോക്കിയാലും 10% തന്നെ ആയിരിക്കും. പക്ഷേ ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ്ങോ അല്ലെങ്കിൽ ക്വാർട്ടർലി കോമ്പൗണ്ടിങ്ങോ മന്ത്ലി കോമ്പൗണ്ടിങ് ഒക്കെ ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ ഓരോ മന്തിലും ഫോർ എക്സാമ്പിൾ മന്ത്ലി ആണെങ്കിൽ ഓരോ മന്തിലും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അതിന് ആഡ് ചെയ്ത് പ്രിൻസിപ്പളിനോടൊപ്പം ആഡ് ചെയ്ത് വീണ്ടും ചെയ്യും. ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു വർഷം കഴിയുമ്പോൾ ആനുവലൈസ്ഡ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ ആനുവൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എഫക്റ്റീവ് ആനുവൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഗിവൺ ആയിട്ടുള്ള 10%-ത്തേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ ഈ എമൗണ്ട് ഈ റേറ്റ് എത്രയാണെന്ന് അറിയുന്നതിന് വേണ്ടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ്. ക്ലിയർ? അപ്പോൾ EIR എന്ന് പറയും. ക്ലിയർ? അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ഫോമുല ഇതാണ്. ക്ലിയർ? 1+R/M raised to M - 1. ക്ലിയർ? അപ്പോൾ ഇത്രയും പോർഷൻ ആദ്യം നമ്മൾ ചെയ്യണം. ക്ലിയർ? അതിനുശേഷം -1 കൊണ്ട് -M. ക്ലിയർ? 1 കൊണ്ട് 1 ഇതിൽ നിന്നും 1 -M. ക്ലിയർ? അപ്പോൾ ഇതാണ് വരുന്നത്. ഇതിൻ്റെ നൊട്ടേഷൻ നോക്കാം. 1 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ക്ലിയർ? 1 ഈസ് എ കോൺസ്റ്റൻ്റ് വാല്യൂ. R എന്ന് പറയുന്നത് നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, നമുക്ക് ഗിവൺ തന്നിരിക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് R. M എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടൈംസ് ഓഫ് കോമ്പൗണ്ടിങ് ഡ്യൂറിങ് എ ഇയർ, ഒരു വർഷത്തിൽ എത്ര തവണ കോമ്പൗണ്ട് ചെയ്യുന്നു, നമ്പർ ഓഫ് കോമ്പൗണ്ടിങ് പെർ ഇയർ, അതാണ് M. അത് നേരത്തെ നമ്മൾ നോക്കിയതാണ് അല്ലേ, R/M എന്നാണ് പറയുക. ക്ലിയർ? ദെൻ റേസ് ടു M എന്ന് പറയുമ്പോൾ വീണ്ടും കോമ്പൗണ്ടിങ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ക്ലിയർ? സേ ഫോർ എക്സാമ്പിൾ ക്ലിയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% ആണെന്ന് വിചാരിക്കുക, നമ്പർ ഓഫ് കോമ്പൗണ്ടിങ് 2 ആണെന്ന് വിചാരിക്കുക. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് വരിക അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും 1+ അല്ലേ 10/2 ക്ലിയർ റേസ് ടു ക്ലിയർ നമ്പർ ഓഫ് കോമ്പൗണ്ടിങ് എത്ര തന്നെ M എത്രയാണ് 2 -1 ഇങ്ങനെയാണ് എഴുതുക. ഓക്കെ, ഇപ്പോൾ ഇതിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് വരും, ഇവിടെ 0.1 ആണ് കേട്ടോ. സോ റേറ്റ് എന്ന് പറയുമ്പോൾ 0.1, അപ്പോൾ ഇവിടെ എത്ര വരും, സോ 1 + 0.05 ക്ലിയർ റേസ് ടു 2 ക്ലിയർ -1 എന്ന് വരും. ഓക്കെ, ദെൻ ഇതിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര വരും, സോ ദാറ്റ് ഈസ്
നമ്മൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് 1 + 0.05 എന്ന് പറയുമ്പോൾ എത്ര തന്നെയാണ് 1. ക്ലിയർ 05 തന്നെയാണ് വരിക. അപ്പോൾ 1.05 ഇൻറ്റു 1.05 അല്ലേ സ്ക്വയർ ആയതുകൊണ്ട് സോ 1.05 ഇൻറ്റു 1.05 ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1.1. So what is the value? So that is equal to 1.1025 എന്ന് കിട്ടും. ക്ലിയർ. ദെൻ -1 ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ -1 അവസാനം നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1025. ക്ലിയർ. ഈ 0.1025 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇൻറ്റു നമ്മൾ 100 ചെയ്യുകയാണെങ്കിൽ 10.25%. ക്ലിയർ. അപ്പോൾ 10% നിരക്കിലാണ് നമ്മുടെ ഇൻട്രസ്റ്റ് എങ്കിൽ ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് ആണ് വരുന്നതെങ്കിൽ ക്ലിയർ ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് എഫക്റ്റീവായിട്ട് 10% അല്ല കിട്ടുക 10.25%, 10.25% ഇൻട്രസ്റ്റ് കിട്ടും. ക്ലിയർ. ഇപ്പം ഇൻട്രസ്റ്റ് കോമ്പൗണ്ടിങ് കൂടുന്നോറും കൂടി വരും. ക്ലിയർ. അപ്പോൾ ഇതേ തന്നെ നമുക്ക് വേറൊരു എക്സാമ്പിൾ വെച്ച് നോക്കുക. ഇനി ഫോർ എക്സാമ്പിൾ ക്വാർട്ടർലി കോമ്പൗണ്ടിങ് ആണ് വിചാരിക്കുക. ക്ലിയർ. അപ്പോൾ നമ്മൾ ഇതുപോലെ നെക്സ്റ്റ് ക്ലിയർ 1 + 10 അല്ലേ 0.1 ഡിവൈഡഡ് ബൈ 4 റേസ് ടു 4 - 1 എന്നാണ് വിചാരിക്കുക അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? വീണ്ടും 10 ഡിവൈഡ് ബൈ 4 ചെയ്യണം. ക്ലിയർ. 10/4 എന്ന് പറയുമ്പോൾ എന്താ വരിക? 2.5 ആണ് വരിക അല്ലേ. സോ 0.1 ഡിവൈഡഡ് ബൈ ക്ലിയർ 4 നമ്മൾ ചെയ്യുന്ന സമയത്ത് 0.025 വരും. അപ്പോൾ 1.025 ക്ലിയർ റേസ് ടു 4 ആണ് വരിക. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും റേസ് ടു 4 കണ്ടുപിടിക്കാൻ വേണ്ടി 1 ഇൻറ്റു അല്ലേ 1.025 ഇൻറ്റു അഗെയിൻ 1.025. ഓക്കെ ചെയ്തു. വീണ്ടും ഇതിന് 4 പ്രാവശ്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അല്ലേ നമ്മുടെ വാല്യൂ എത്രയാണോ കിട്ടുക. സോ നമ്മൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 1.1038 അല്ലേ കിട്ടും. ക്ലിയർ. 4 പ്രാവശ്യം തന്നെ മൾട്ടിപ്ലൈ ചെയ്യും. 1.025 റേസ് ടു 4 ചെയ്യുമ്പോൾ ഇതാണ് കിട്ടുക. -1 ചെയ്യുമ്പോൾ എത്ര കിട്ടും? ദാറ്റ് ഈസ് 0.1038 ഓർ ഇതിനകം നമുക്ക് എഴുതാം 10.38. ക്ലിയർ. അപ്പോൾ 10.38% എന്ന് പറയും. ക്ലിയർ. അപ്പോൾ കുറച്ചുകൂടെ കൂടി അല്ലേ. ഇത് തന്നെ മന്ത്ലി കോമ്പൗണ്ട് ആകുമ്പോൾ വീണ്ടും 10.5ൻ്റെ അടുത്തേക്ക് വരും. ഇങ്ങനെ നമ്പർ ഓഫ് കോമ്പൗണ്ടിങ് പെർ ഇയർ കൂടുന്തോറും എഫക്റ്റീവ് ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്ന ആനുവലൈസ്ഡ് ആയിട്ട് കിട്ടുന്ന ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് എഫക്റ്റീവ് റേറ്റ് കൂടുതലായിരിക്കും. കാരണം എന്താ? ഓരോ തവണ ഇൻട്രസ്റ്റ് പ്രിൻസിപ്പളിനോടൊപ്പം ആഡ് ചെയ്ത് വീണ്ടും വീണ്ടും ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. ഓക്കെ. ഇതാണ് എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേഷൻ. So the effective rate of interest is usually useful in the financial decision making, particularly in investment decisions where different optional opportunities have different compounding intervals. Clear? For ഓരോ ഓപ്പർച്യൂണിറ്റിക്കും ഓരോരോ കോമ്പൗണ്ടിങ് ആണ് വരുന്നതെങ്കിൽ അല്ലേ. ഒരു ബാങ്കിൽ നമുക്ക് ഇയർലി കോമ്പൗണ്ടിങ് ആണ്, വേറൊരു ബാങ്കിൽ ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് ആണ്, വേറൊരു ബാങ്കിൽ നമുക്ക് ക്വാർട്ടർലി കോമ്പൗണ്ടിങ് ആണ് വിചാരിക്കുക. ക്ലിയർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഏതിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് നമുക്ക് കൂടുതൽ നേട്ടം ഉണ്ടാക്കുക നമുക്കറിയാൻ പറ്റും. ഇങ്ങനെ അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഇത് ഉപയോഗിക്കാം, ഇഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ഉപയോഗിക്കാം. ദെൻ വേറൊരു എക്സാമ്പിളോടെ നോക്കാം. സോ എക്സാമ്പിൾ നമ്പർ 5. അരുൺ deposited 10,000 rupees in a bank for a period of 1 year. Clear? Then the bank offers 2 options. One is to receive interest rate at 12.5%, clear, compounded quarterly, or to receive 12.6%, clear, per annum. Clear? ഒരു വർഷത്തെ കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി. ഓക്കെ. അപ്പോൾ ഒന്ന് ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് ആണ്, വേറൊന്ന് ക്വാർട്ടർലി കോമ്പൗണ്ടിങ്. ക്ലിയർ. ക്വാർട്ടർലി കോമ്പൗണ്ടിങ് ആണെങ്കിൽ 12.5ഉം ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് ആണെങ്കിൽ 12.6 ആണ് കിട്ടുന്നത്. നമ്മുടെ അടുത്ത് ചോദിച്ചാണ് വിച്ച് ഓപ്ഷൻ ഷുഡ് ഹി അക്സെപ്റ്റ്. ക്ലിയർ. അയാൾ ഏത് ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? സോ ദർ ആർ 2 ഓപ്ഷൻസ്. അതുകൊണ്ട് തന്നെ രണ്ടിൻ്റെയും എഫക്റ്റീവ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഓപ്ഷൻ 1ൻ്റെ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. ക്ലിയർ. 12.5 ആണ് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ്.
ക്ലിയർ. നമ്പർ ഓഫ് കോമ്പൗണ്ടിങ് പെർ എത്രയാണ് വരിക? ക്വാർട്ടർലി ആകുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ വന്നാൽ ക്വാർട്ടർലി ആണ്, അപ്പോൾ 4 ആയിരിക്കും വരിക. സോ m = 4 ആണ്. ക്ലിയർ. ഇനി നമ്മൾ ഇതിലേക്ക് വരിക, നമ്മുടെ ഫോമുലയിലേക്ക് വരിക. ഫോമുലയിലേക്ക് വരുമ്പോൾ എന്താ വരുന്നത്? 1 + r/m raised to m - 1. So that is equal to 1 + 0.125 divided by 4. Clear? Raised to 4 - 1. അല്ലേ? അപ്പോൾ നമുക്കതിനെ റെഡ്യൂസ് ചെയ്ത് വരികയാണെങ്കിൽ എത്ര കിട്ടും? 1.131 - 1 that is equal to 0.131 that is 13.1%. 13.1% കിട്ടുക. ക്ലിയർ. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ കൂടെ ചെക്ക് ചെയ്യാം. ക്ലിയർ. സോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഹിയർ 12.6%. ക്ലിയർ. കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി. ക്ലിയർ. ഹാഫ് ഇയർലി ആയിട്ടാണ് ഇത് വരുന്നത്. ഓക്കെ. അപ്പോൾ എങ്കിൽ നമ്മൾ എങ്ങനെയാണത് കാൽക്കുലേറ്റ് ചെയ്യുക? സോ EIR എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ്. ക്ലിയർ. സോ ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് വരുമ്പോൾ നമ്മൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 + r/m അല്ലേ വരുമ്പോൾ എന്ത് ചെയ്യും? R എന്ന് പറയുന്നത് എത്രയാണ്? 12.6 ആണ്. അപ്പോൾ 1 + 0.126 ഡിവൈഡ് ബൈ ഹാഫ് ഇയർലി ആയതുകൊണ്ട് 2 ആണ് m. ക്ലിയർ. സോ m = 2 ആണ്. അപ്പോൾ 2 raised to 2 - 1. ഓക്കെ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന എത്ര വാല്യൂ? 1.13 - 1 that is 0.13 or 13%. ക്ലിയർ. 13% കിട്ടും. ക്ലിയർ. അപ്പോൾ ചെറിയൊരു വ്യത്യാസമാണ് ഇവിടെ വരുന്നത്. ക്ലിയർ. സോ നോർമൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 12.5ഉം 12.6ഉം ആണ്. ക്ലിയർ. ബട്ട് എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റിൽ എന്ത് വരുന്നു? വ്യത്യാസം വന്നു. ക്ലിയർ. സോ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ ഏതിനാ? ക്വാർട്ടർലി കോമ്പൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് 13.1% കിട്ടും. ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് ആണ് ചെയ്തെങ്കിൽ 13% മാത്രമേ കിട്ടുള്ളൂ. ക്ലിയർ. അപ്പോൾ നമുക്ക് ഏതാണ് നല്ലത്? ക്വാർട്ടർലി കോമ്പൗണ്ടിങ് ഓപ്ഷൻസ് സ്വീകരിക്കുന്നതാണ് നല്ലത്. ക്ലിയർ. ചെറിയൊരു അഡ്വാൻറ്റേജ് നമുക്കിവിടെ കിട്ടും. ക്ലിയർ. കുറച്ചുകൂടെ പെർസെൻറ്റേജ് എക്സ്ട്രാ കിട്ടും. ക്ലിയർ. കുറച്ചുകൂടെ റിട്ടേൺ കൂടുതൽ കിട്ടും. അപ്പോൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ളത് അർത്ഥമാക്കുന്നത്. ക്ലിയർ. സോ ദിസ് ഈസ് അബൌട്ട് എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ആന്യൂറ്റീസിനെ കുറിച്ചാണ്. ഫ്യൂച്ചർ വാല്യൂ ഓഫ് സീരീസ് ഓഫ് ഈക്വൽ ക്യാഷ് ഫ്ലോസ് ഓർ ആന്യൂറ്റി ഓഫ് ക്യാഷ് ഫ്ലോസ്. ക്ലിയർ. അപ്പോൾ ആന്യൂറ്റി എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞാണ് അല്ലേ? ആന്യൂറ്റീസ് ആർ ക്ലിയർ ഫ്യൂച്ചർ സ്ട്രീം ഓഫ് ക്യാഷ് ഫ്ലോസ്. ക്ലിയർ. ഓഫ് ഈക്വലി ഡിനോമിനേറ്റഡ് ക്യാഷ് ഫ്ലോസ് ദാറ്റ് ഈസ് റിസീവ്ഡ് ഓർ പെയ്ഡ് റെഗുലർലി ഓവർ എ പീരീഡ് ഓഫ് ടൈം. ക്ലിയർ. ഒരു നിശ്ചിത പീരീഡിലേക്ക് ഒരു നിശ്ചിത തുക വീതം ക്ലിയർ റെഗുലറായിട്ട് ലഭിക്കുകയോ കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനേക്കാൾ നമ്മൾ പറയുന്ന പേരാണ് ആന്യൂറ്റി. ക്ലിയർ. ആന്യൂറ്റീസ് സാധാരണ അതിൽ 2 തരത്തിലുണ്ട് കേട്ടോ. എന്തൊക്കെയാണത്? ഒന്ന് റെഗുലർ ആന്യൂറ്റി. ക്ലിയർ. ഓർ ഓർഡിനറി ആന്യൂറ്റി അല്ലെങ്കിൽ ഇതിന് ഡെഫേർഡ് ആന്യൂറ്റി എന്ന് പറയും. ക്ലിയർ. രണ്ടാമത്തത് ആന്യൂറ്റി ഡ്യൂ അല്ലെങ്കിൽ ആന്യൂറ്റി ഇൻ അഡ്വാൻസ്. ക്ലിയർ. ഇങ്ങനെ 2 തരത്തിൽ വരും. ഓക്കെ. നമ്മൾ കോമൺ ആയിട്ട് നോക്കുന്ന റെഗുലർ ആന്യൂറ്റിയാണ് നമ്മൾ നോക്കുക. ക്ലിയർ. ഇപ്പോൾ നോർമൽ അസംപ്ഷൻ ഈസ് റെഗുലർ ആന്യൂറ്റി ഓർ ഡെഫേർഡ് ആന്യൂറ്റി. ക്ലിയർ. പക്ഷേ ചില അവസരത്തിൽ നിന്നും വരാം അത് ആന്യൂറ്റി ഡ്യൂ അല്ലെങ്കിൽ ആന്യൂറ്റി ഇൻ അഡ്വാൻസ് എന്നുള്ള രീതിയിലും വരാം. ക്ലിയർ. ആന്യൂറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ആന്യൂറ്റീസ് ആർ റെഗുലർ ക്യാഷ് ഫ്ലോസ് ഓഫ് ഈക്വൽ എമൗണ്ട് ഓർ ഈക്വലി ഡിനോമിനേറ്റഡ് എമൗണ്ട്. ക്ലിയർ. റിസീവ്ഡ് ഓർ പെയ്ഡ് ഫോർ എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. ഒരു നിശ്ചിത പീരീഡ് വരെ റെഗുലറായിട്ട് ക്ലിയർ സീരീസ് ഓഫ് ക്യാഷ് ഫ്ലോസ്. Clear. That is received or paid. Clear. Over a period of time. Clear. Of equal denominated amount. Clear. ഇങ്ങനെ വരുന്ന ഒരു കേസിന് നമ്മൾ ആന്യൂറ്റി എന്ന് പറയാം. ഓക്കെ. അപ്പം അങ്ങനെ ആന്യൂറ്റീസ് ഒക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണത് കാൽക്കുലേറ്റ് ചെയ്യുക? ക്ലിയർ. സോ quite often a decision may result in in the occurrence of cash flows of the same amount every year for a number of years. Clear. Consequent continuously instead of a single cash flow. Clear. For example, എല്ലാ വർഷവും 2000 രൂപ വീതം ക്ലിയർ 4 വർഷത്തേക്ക് കിട്ടുന്നു. ക്ലിയർ. അങ്ങനെയാണെങ്കിൽ 4 വർഷവും അല്ലേ പീരീഡ് നിശ്ചിത പീരീഡിലേക്ക് ഈക്വൽ ഡിനോമിനേറ്റഡ് ആയിട്ടുള്ള എമൗണ്ട് ആയിട്ടുള്ള 2000 രൂപ വീതം സീരീസ് ഓഫ് ക്യാഷ് ഫ്ലോ ആയിട്ട് നമുക്ക് ഓരോ വർഷത്തിൻ്റെ അവസാനം കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. ക്ലിയർ. അപ്പോൾ 1, 2, 3, 4 വർഷവും കിട്ടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ കിട്ടുന്നതിനെയാണ് നമ്മൾ ആന്യൂറ്റി എന്ന് പറയാം. ക്ലിയർ. സോ ദിസ് ഈസ് referred as annuity of deposits. Clear. So annuity is thus a finite series of equal cash flows. Clear. Made at a regular intervals. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചു what do you mean by annuity എന്ന് ചോദിക്കാൻ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യം. Clear. A finite series of equal cash flows made clear at regular intervals.
റെഗുലർ ഇൻ്റർവെൽസിൽ നൽകപ്പെടുന്ന ക്ലിയർ ഈക്വൽ എമൗണ്ടിന് നൽകപ്പെടുന്ന ഒരു സീരീസ് ഓഫ് ക്യാഷ് ഫ്ലോസിനാണ് ആനുവിറ്റി എന്ന് പറയുക. സോ ഇറ്റ്സ് എ സീരീസ് ഓഫ് പീരിയോഡിക് ക്യാഷ് ഫ്ലോസ് ഇൻ ദ ഫോം ഓഫ് എയ്തർ റെസീപ്റ്റ്സ് ഓർ പേയ്മെൻറ്റ്. രണ്ട് തരത്തിലാവാം കേട്ടോ. ഒന്നുകിൽ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കാം. ക്ലിയർ ഓഫ് ഈക്വൽ ഡിനോമിനേറ്റഡ് എമൗണ്ട് ആയിരിക്കും വരിക. In short, annuities are series of equal annual cash inflows അല്ലെങ്കിൽ cash flows. Clear? Okay. അത് നമ്മൾ ഫ്യൂച്ചർ വാല്യൂ ഇവിടെ ആനുവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പോൾ ആനുവിറ്റി ആണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ FVA എന്ന് സബ്സ്ക്രിപ്റ്റ് കൂടെ ചേർക്കും. ക്ലിയർ? എ എന്ന് പറയുന്നത് സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. ഓക്കെ. ഈസ് ഈക്വൽ ടു A. ദാറ്റ് ഈസ് അവർ പ്രസൻറ്റ് വാല്യൂ എമൗണ്ട്. ക്ലിയർ? PV amount, present value within bracket. Clear? 1 plus R raised to n minus 1 whole divided by R. ക്ലിയർ? ഇതാണ് എന്തിൽ വരുന്നത്? ആനുവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോമുല. ഓക്കെ. ഇവിടെ എന്താണ്? അപ്പോൾ എഫ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ വാല്യൂ ആണ്, എ എന്ന് പറയുന്നത് ആനുവിറ്റി ആണ്, ആർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, എൻ എന്ന് പറയുന്നത് ഡ്യൂറേഷൻ ഓഫ് ദി പീരീഡ് ആണ്. ക്ലിയർ? നമുക്കൊരു എക്സാമ്പിൾ നോക്കി അത് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ? സോ മിസ്റ്റർ മനോജ് ഇൻവെസ്റ്റ് ₹1,000 at the end of each year for 3 years. Clear? ഈക്വൽ ഡിനോമിനേറ്റർ എമൗണ്ട് എത്രയാണ്? 1000 രൂപ ആനുവിറ്റി. ഇതിനാണ് ആനുവിറ്റി എന്ന് പറയാം. എത്രയാണ് പീരീഡ്? n equal to 3 years. The rate of interest is 10% per annum. ക്ലിയർ? 10% ഇതിൻ്റെ പലിശ നിരക്ക്. കോമ്പൗണ്ടഡ് ആനുവലി, ഓരോ വർഷവും ആയിട്ടാണ് കോമ്പൗണ്ട്. ഹി വിഷ് ടു നോ ദ വാല്യൂ ഓഫ് ഹിസ് സേവിങ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി 3rd year. 3 വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സേവിങ്സ് എത്രയായിട്ട് മാറുന്നതാണ് നമ്മുടെ ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ സോൾവ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഫോമുല അപ്ലൈ ചെയ്യാം. അല്ലേ? എന്താണ് ഫോമുല ഇവിടെ തന്നിരിക്കുന്നത്? ഓക്കെ. FVA ഈക്വൽ ടു അല്ലേ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി ഈക്വൽ ടു A, that is present value into 1 plus R raised to n minus 1 divided by R. Clear? നമ്മൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിലോ A equal to 1000, 1 plus അല്ലേ R എന്ന് പറയുന്നത് 10% അപ്പോൾ 0.1 ക്ലിയർ റേസ് ടു 3, n എന്ന് പറയുന്നത് 3 ആണ്, അപ്പോൾ 3 എഴുതി മൈനസ് 1 ക്ലിയർ ഡിവൈഡഡ് ബൈ 0.1. അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? സോ നമുക്ക് ഇത്രയും വാല്യൂ ആദ്യം എടുക്കണം കേട്ടോ. ഈ ബ്രാക്കറ്റിൽ ഇടാൻ കാരണം അത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. സോ ദാറ്റ് വി വിൽ ഗെറ്റ് എ വാല്യൂ ഓഫ് 3.31 ഫോർ ദിസ്. ക്ലിയർ? ഇപ്പോൾ 3.31 നമുക്ക് കിട്ടിക്കഴിഞ്ഞതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം എമൗണ്ടിന്. അപ്പോൾ എത്ര കിട്ടും? 3310 എന്ന് കിട്ടും. 3310. ക്ലിയർ? ഇങ്ങനെ 3 വർഷത്തേക്ക് നമുക്ക് 3310 രൂപ മൂന്നാമത്തെ വർഷത്തിൻ്റെ അവസാനം എമൗണ്ട് ഉണ്ടാകും. അപ്പോൾ നമ്മൾ 1000 രൂപയെ നിക്ഷേപിച്ചുള്ളൂ. ഓരോ വർഷവും 1000 രൂപ വീതം നിക്ഷേപിക്കും. അപ്പോൾ ആകെ നടത്തിയിരിക്കുന്ന നിക്ഷേപം 3000 രൂപയാണ്. മൂന്നാമത്തെ വർഷത്തിൻ്റെ അവസാനം നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റും പ്രിൻസിപ്പളും കൂടെ ചേർത്ത് 3300 രൂപ കിട്ടും. അപ്പോൾ ഇതാണ് ആനുവിറ്റിയുടെ ഒരു പ്രത്യേകത. ക്ലിയർ? അപ്പോൾ ഈ ആനുവിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഓരോ വർഷത്തെ ആയിട്ട് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ക്ലിയർ? ആദ്യത്തെ വർഷം 1000, രണ്ടാമത്തെ വർഷം 1000, മൂന്നാമത്തെ വർഷം 1000. ക്ലിയർ? ഇനി ആദ്യത്തെ വർഷത്തിൻ്റെ എമൗണ്ട് നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ക്ലിയർ? അവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? ആനുവിറ്റിയുടെ വാല്യൂ എടുക്കണം. അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു അല്ലേ 1000 ഇൻറ്റു ക്ലിയർ 1 പ്ലസ് 0.1 1 പ്ലസ് റേസ് ടു R എത്രയാണ് ഇവിടെ? 2 വർഷം. ക്ലിയർ? ഒന്നാമത്തെ വർഷത്തിൻ്റെ അവസാനമാണ് നിക്ഷേപിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നിക്ഷേപിക്കാനുള്ള പീരീഡ് എത്രയേ ഉണ്ടാവുള്ളൂ? 2 വർഷമേ ഉണ്ടാവുള്ളൂ. ക്ലിയർ? സോ ബാലൻസ് എമൗണ്ട് അല്ലെങ്കിൽ ബാലൻസ് പീരീഡ് ഈസ് 2 years ആയിരിക്കും. ക്ലിയർ? അപ്പോൾ 2 years വരുന്ന സമയത്ത് എത്ര വരും? 1210 ആണ് വരിക. 1210 രൂപയായിരിക്കും വരിക. ക്ലിയർ? ഓക്കെ. രണ്ടാമത്തെ വർഷം വരുമ്പോൾ എന്ത് ചെയ്യും? രണ്ടാമത്തെ വർഷത്തിൻ്റെ അവസാനമാണ് നമ്മൾ 1000 രൂപ നിക്ഷേപിക്കുക. ക്ലിയർ? അങ്ങനെ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 1 വർഷത്തേക്കുള്ള പലിശ കിട്ടും. ഇവിടെ n എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. സോ ഇൻസ്റ്റെഡ് ഓഫ് 2 n വിൽ ബി 1. ക്ലിയർ? അപ്പോൾ നമുക്ക് 1200 രൂപ കിട്ടും. 3 വർഷത്തെ എമൗണ്ട് എന്ത് ചെയ്യുന്നു? 1000 രൂപയാണ്. അത് എൻഡ് ഓഫ് ദി ഇയറിലാണ് നിക്ഷേപിക്കുക. അതിന് പലിശയൊന്നും ഇപ്പോൾ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? 1000 രൂപ മാത്രം ഉണ്ടാവും. ക്ലിയർ? അങ്ങനെ നമുക്ക് ഈ 3 എമൗണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? മൂന്നാമത്തെ വർഷത്തെ നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന 1000 രൂപ, രണ്ടാമത്തെ വർഷം നിക്ഷേപിച്ചിരിക്കുന്ന എമൗണ്ടും അതിൻ്റെ പ്രിൻസിപ്പളും കൂടെ ചേർത്ത് 1200 രൂപ, ഒന്നാമത്തെ വർഷം നിക്ഷേപിച്ചിരിക്കുന്ന എമൗണ്ടും അതിൻ്റെ അല്ലേ ഇൻട്രസ്റ്റും കൂടെ ചേർത്തിട്ട് 1210 രൂപ. ടോട്ടൽ എത്ര കിട്ടും? 3310 രൂപ. ചെറിയൊരു വ്യത്യാസം വരും. ക്ലിയർ? അപ്പം ഇങ്ങനെ 3310 രൂപ നമുക്ക് കിട്ടും. ക്ലിയർ? ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3310 കിട്ടി. ഇവിടെ നോക്കിയപ്പോഴും 3310 തന്നെയാണ് വരിക. ക്ലിയർ? ഓക്കെ. ഇത് ഇയർലി കോമ്പൗണ്ടിങ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഓരോ ക്യാഷ് ഫ്ലോസിൻ്റെ എമൗണ്ട് വെച്ചിട്ട് നമുക്ക് എടുക്കാം. ക്ലിയർ? സേ ഫോർ എക്സാമ്പിൾ അല്ലേ നമ്മൾ നേരത്തെ നോക്കിയ പോലെ 1 വർഷത്തേക്കുള്ള എമൗണ്ട്. ക്ലിയർ? നമ്മൾ കോമ്പൗണ്ട് ഫാക്ടർ ടേബിൾ എടുത്ത് നോക്കി 1000 ഇൻറ്റു ക്ലിയർ
1 പ്ലസ് ആർ റേസ് ടു 1 എന്ന് പറയുമ്പോൾ തന്നെയാണ് 1 പ്ലസ് ആർ തന്നെയാണ്. ക്ലിയർ? 1 പ്ലസ് ആർ റേസ് ടു 2 ഇങ്ങനെ നമ്മൾ നോക്കണം. ഓക്കെ, ഇപ്പോൾ 0 പീരീഡിലൂടെ നില്ലാണ് 1 2 3 ഈ രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതിനെ കുറച്ചുകൂടെ എളുപ്പമാക്കുന്നതിന് വേണ്ടി നമുക്ക് വേറൊരു ടേബിൾ ഉപയോഗിക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് കോൾഡ് ആന്യൂറ്റി കോമ്പൗണ്ട്. ക്ലിയർ? ദാറ്റ് ഈസ് അതിനെ ACF എന്നാണ് പറയുക, ആന്യൂറ്റി കോമ്പൗണ്ട് ഫാക്ടർ. ക്ലിയർ? ഇത് നമ്മൾ ടേബിൾ 4 ആയിട്ടോ അല്ലെങ്കിൽ ആന്യൂറ്റി ആദ്യമായിട്ട് കൊടുക്കുന്ന ടേബിൾ നമ്പർ 2 ആയിട്ടൊക്കെ ആയിരിക്കും ടെക്സ്റ്റ് ബുക്കിൽ കാണുക. ക്ലിയർ? ആന്യൂറ്റി കോമ്പൗണ്ട് ഫാക്ടറിൻ്റെ പ്രത്യേകത എന്താ? 1 രൂപ വീതം ക്ലിയർ ഓരോ വർഷവും നിക്ഷേപിക്കുകയാണെങ്കിൽ ഒരു നിശ്ചിത റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് ഓരോ വർഷം കഴിയുമ്പോൾ അതിൻ്റെ വാല്യൂ എന്തായിട്ട് മാറും എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആന്യൂറ്റി കോമ്പൗണ്ട് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടേബിൾ, ഇങ്ങനെ ഒരു ടേബിൾ ഉള്ളതുകൊണ്ട് ആ ടേബിൾ നോക്കിയിട്ട് നമുക്ക് ഇതെന്ത് ചെയ്യാം? സോൾവ് ചെയ്യാൻ പറ്റും. ക്ലിയർ? സോ ആൾട്ടർനേറ്റീവ്ലി വി ക്യാൻ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഫ്യൂച്ചർ വാല്യൂ ഓഫ് എമൗണ്ട് ബൈ റെഫറിങ് ടു ദി ആന്യൂറ്റി ടേബിൾ. ക്ലിയർ? Then the annuity factor is multiplied with the amount of annuity we get future value. അപ്പോൾ എങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യും? ഫ്യൂച്ചർ വാല്യൂ ഈക്വൽ ടു ആന്യൂറ്റി എമൗണ്ട്, ക്ലിയർ, ഇൻറ്റു ACF, ആന്യൂറ്റി കോമ്പൗണ്ട് ഫാക്ടർ. ഇതാണ് നമ്മുടെ ഫോർമുല. ക്ലിയർ? സോ ഇഫ് യു ആർ യൂസിങ് ആന്യൂറ്റി കോമ്പൗണ്ട് ഫാക്ടർ ടേബിൾ, നമ്മുടെ ഫോർമുല എന്തായിട്ട് വരും? ആന്യൂറ്റി ഇൻറ്റു ACF. ക്ലിയർ? ഓക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ so in the above, in the table, interest is given as the columns, clear, and n number of years as rows. Clear? സാധാരണ ഉള്ള പോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ റെഫർ ചെയ്ത് നോക്കണേ 10% നിരക്കിൽ മൂന്നാമത്തെ വർഷത്തേക്ക് നോക്കണം. ക്ലിയർ? ഇവിടെ 10% ഉണ്ടാവും. 10% 1 2 3 ഇങ്ങനെ വന്നു. അപ്പോൾ മൂന്നാമത്തെ വർഷത്തേക്ക് നമ്മൾ നോക്കുന്നു. അപ്പോൾ അവിടെയുള്ള വാല്യൂ എത്രയായിരിക്കും? 3.31 ആയിരിക്കും കാണും. ക്ലിയർ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 1000 ഇൻറ്റു, ക്ലിയർ, ദിസ് ഈസ് ആന്യൂറ്റി എമൗണ്ട് ഇൻറ്റു ACF ആണ്. ആന്യൂറ്റി കോമ്പൗണ്ട് ഫാക്ടർ എത്രയാണ്? 3.31 ആയിരിക്കും ടേബിളിൽ വരിക. അപ്പോൾ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3310 എന്ന് കിട്ടും. ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഇപ്പോൾ ഫോർമുല ഉപയോഗിക്കാതെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ ദിസ് ഈസ് ഹൗ ടേബിൾ ഈസ് യൂസ്ഡ് ഇൻ കാൽക്കുലേഷൻ. ക്ലിയർ? ആന്യൂറ്റി കോമ്പൗണ്ട് ഫാക്ടർ ടേബിൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമ്മൾ ആന്യൂറ്റിയുടെ കോമ്പൗണ്ട് ഫാക്ടർ ടേബിൾ ACF ടേബിൾ എടുത്ത് നോക്കുക. സോ ACF ടേബിളാണ് നമ്മളിവിടെ കാണുന്നത് കേട്ടോ. ACF ടേബിളിൻ്റെ വാല്യൂ നമ്മൾ എടുക്കുക. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫ്യൂച്ചർ വാല്യൂ, ഇൻട്രസ്റ്റ് ഫാക്ടർ. ക്ലിയർ? അപ്പോൾ ആന്യൂറ്റി എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? ഓക്കെ. ഫ്യൂച്ചർ വാല്യൂ, ഇൻട്രസ്റ്റ് ഫാക്ടർ, ആന്യൂറ്റി. ക്ലിയർ? അപ്പോൾ നമ്മളിത് നോക്കുകയാണെങ്കിൽ 10% നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ 10% നമ്മൾ നോക്കി അല്ലേ? ഈ 10% നേർക്ക് ഇയർ 1, ഇത് ആദ്യത്തെ ഇയർ 1, ഇയർ 2, ഇയർ 3. ക്ലിയർ? ഇയർ 3 എത്രയാണ് വാല്യൂ പഠിക്കുന്നത്? 3 വർഷമാണ് നമ്മൾ നിക്ഷേപിക്കുന്നത്. അപ്പോൾ 3.3100 ആണ്. അല്ലേ? ഇതാണ് ACF. അപ്പോൾ നമ്മുടെ എമൗണ്ട് എത്രയായിരുന്നു? 1000 രൂപ. ക്ലിയർ? 3.3100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ക്ലിയർ? ദാറ്റ് ഈസ് ഈക്വൽ ടു വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന 3310 രൂപ ആണ് കിട്ടും. ക്ലിയർ? സോ ദിസ് ഈസ് എ വേ ഓഫ് കാൽക്കുലേറ്റിംഗ് ആന്യൂറ്റി എമൗണ്ട് ബൈ യൂസിങ് ആന്യൂറ്റി കോമ്പൗണ്ട് ഫാക്ടർ ടേബിൾ. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയുള്ള 2 ടേബിൾ നിങ്ങൾ ഫെമിലർ ആയിരിക്കണം. ഒന്ന് കോമ്പൗണ്ട് ഫാക്ടർ ടേബിൾ, അത് സാധാരണ ഫ്യൂച്ചർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. ക്ലിയർ? സിംഗിൾ ക്യാഷ് ഫ്ലോസ് ഒക്കെ വരുന്ന സമയത്താണ് അത് ഉപയോഗിക്കുക. രണ്ടാമത്തത് അല്ലെ ആന്യൂറ്റി കോമ്പൗണ്ട് ഫാക്ടർ ടേബിൾ, അത് സീരീസ് ഓഫ് പേയ്മെൻറ്റ് ഒരു നിശ്ചിത വർഷത്തേക്ക് കിട്ടുകയാണെങ്കിൽ അതിന് ആന്യൂറ്റി എന്ന് പറയും. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഇത്. ക്ലിയർ? അത് ഓരോ ഇൻട്രസ്റ്റ് റേറ്റിനും താഴെ വർഷങ്ങളായി തന്നിട്ടുണ്ട്. ക്ലിയർ? ഇപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതൊക്കെ ഇയറാണ്, നമ്പർ ഓഫ് ഇയേഴ്സാണ്, ഇവിടെയൊക്കെ ഇൻട്രസ്റ്റ് ആണ്. ക്ലിയർ? അപ്പോൾ ഓരോന്നിനും ഓരോ വർഷം കഴിയുമ്പോഴുള്ള വാല്യൂ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്കത് വാല്യൂസ് അസർട്ടൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഒരു എക്സസൈസ് നമുക്കൊന്നുകൂടെ നോക്കാം. ദാറ്റ് ഈസ് എക്സാമ്പിൾ നമ്പർ 7. Mr. Subhash deposits ₹2000 at the end of every year 30 years. 30 വർഷത്തേക്കാണ് നിക്ഷേപിക്കുന്നത്. ക്ലിയർ? ആൻഡ് in his savings account paying 5% interest compounded annually. Clear? Find out the sum of money he will receive at the end of the 5th year. 5ാമത്തെ വർഷത്തേക്ക് നമ്മൾ കണ്ടെത്തണം. ക്ലിയർ? ഇപ്പോൾ 5 വർഷത്തേക്ക് നമ്മൾ എടുത്താൽ മതി. 30 വർഷത്തേക്കാണ് നിക്ഷേപിക്കുന്നത്. ക്ലിയർ? റേറ്റ് എത്രയാണ്? 5%. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ നമ്മുടെ ഫോർമുല ഉപയോഗിച്ചിട്ടാണ്, നമ്മൾ ടേബിൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നുകിൽ ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം, ടേബിൾ ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ടേബിൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ക്ലിയർ? സോ വാട്ട് ഈസ് ടേബിൾ? ഫ്യൂച്ചർ വാല്യൂ ഈക്വൽ ടു അല്ലേ ആന്യൂറ്റി എമൗണ്ട് ഇൻറ്റു
ACF വാല്യൂ. ക്ലിയർ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആനുവിറ്റി എമൗണ്ട് 2000 രൂപ എടുത്ത് എഴുതി ഇൻറ്റു ACF വാല്യൂ നോക്കണം. ആനുവിറ്റി കോമ്പൗണ്ട് ഫാക്ടർ, അപ്പോൾ ബൈ റെഫറിങ് ടു 5% ഇൻട്രസ്റ്റ്, 5% നിരക്കിൽ അഞ്ചാമത്തെ വർഷം നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാ? 5.526 ആണ്. ക്ലിയർ? അപ്പോൾ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 11,052 രൂപ കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും എടുത്തിട്ട് നിങ്ങളുടെ ടേബിൾ എടുത്ത് നോക്കി ചെയ്യുക. ക്ലിയർ? അപ്പോൾ ടേബിൾ എടുത്ത് ഈ 5.526 എവിടെയാണ് വരുന്നത്, അതെങ്ങനെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഒന്നുകൂടെ നോക്കുക. നമ്മളിപ്പം ജസ്റ്റ് നോക്കിയുള്ളൂ അല്ലേ? ഇതിന് നമുക്ക് വേറെ രീതിയിലും ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ ഒരു സീരീസ് ഓഫ് ക്യാഷ് ഫ്ലോസ് വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? ക്ലിയർ? അതിന് ടേബിൾ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ, ഇയർ വൈസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. എങ്ങനെ ചെയ്യാൻ പറ്റും? സോ ഇവിടെ നോക്കൂ. ക്ലിയർ? So alternatively the future value of annuity can be calculated as follows. Clear? എങ്ങനെ നമുക്ക് ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം? അപ്പോൾ നമ്മൾ 5 വർഷത്തേക്കുള്ള ഡിപ്പോസിറ്റ് ആയതുകൊണ്ട് ഇയർ ആദ്യം കൊടുക്കുന്നു. ഇയർ 1, ഇയർ 2, ഇയർ 3, ഇയർ 4 ആൻഡ് ഇയർ 5. ക്ലിയർ? ഇവിടെ 2000 വീതമാണ് നമ്മൾ നിക്ഷേപിക്കുന്നത്. ക്ലിയർ? ഇനി നമ്മൾ നോക്കേണ്ടത് ഇവിടുത്തെ ഡെഫേർഡ് ആനുവിറ്റി ആയതുകൊണ്ട് അല്ലേ, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തായിരിക്കും? ഒരു വർഷത്തിൻ്റെ അവസാനമാണ് ഈ എമൗണ്ട് 2000 രൂപ നിക്ഷേപിക്കുന്നത്. അതുകൊണ്ട് നമ്പർ ഓഫ് ഇയേഴ്സ് ടു ബി കോമ്പൗണ്ടഡ് ഈസ് ഓൺലി 4. ക്ലിയർ? അപ്പോൾ 4 വർഷത്തേക്കുള്ള പലിശയെ നമുക്ക് കിട്ടുള്ളൂ. 4 വർഷത്തേക്ക് നമ്മൾ കോമ്പൗണ്ടിങ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ക്ലിയർ? അപ്പോൾ നമ്പർ ഓഫ് കോമ്പൗണ്ടിങ് എത്രയാണ്? 4 ആണ് കിട്ടുക. രണ്ടാമത്തെ വർഷത്തിൻ്റെ അവസാനം നിക്ഷേപിക്കുന്ന 2000 രൂപ. ക്ലിയർ? അത് 3 തവണയും നമുക്ക് കോമ്പൗണ്ട് ചെയ്യാൻ പറ്റും. അതുപോലെ മൂന്നാമത്തെ വർഷം വരുമ്പോൾ എന്ത് ചെയ്യും? 2 കിട്ടുള്ളൂ. നാലാമത്തെ വർഷം വരുമ്പോഴോ 1 കിട്ടുള്ളൂ. ക്ലിയർ? അഞ്ചാമത്തെ വർഷം വരുമ്പോഴോ 0 ആണ് വരിക. അവിടെ കോമ്പൗണ്ടിങ് ഒന്നും ചെയ്യേണ്ടതെന്ന് അർത്ഥം. ക്ലിയർ? 0 മീൻസ് കോമ്പൗണ്ടിങ് ചെയ്യേണ്ടതെന്ന് അർത്ഥം. ക്ലിയർ? അതിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 0 പീരീഡിലുള്ള വാല്യൂ എപ്പോഴും 1 തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നുകൂടെ ഒരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കുകയാണ്. ക്ലിയർ? ഏതൊരു എമൗണ്ടിനും ക്ലിയർ ഫ്യൂച്ചർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, ടൈം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫ്യൂച്ചർ വാല്യൂ ആയിക്കോട്ടെ പ്രസൻറ്റ് വാല്യൂ ആയിക്കോട്ടെ 0 പീരീഡുള്ള എമൗണ്ട് ആണെങ്കിൽ കറണ്ട് ഫണ്ട് എന്നാണ് അർത്ഥം. അതിൻ്റെ വാല്യൂ എപ്പോഴും എന്ത് തന്നെയായിരിക്കും? 1.000 തന്നെ ആയിരിക്കും. ക്ലിയർ? 1 തന്നെ ആയിരിക്കും. അതേ എമൗണ്ട് തന്നെ ആയിരിക്കും. ക്ലിയർ? അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 കൊണ്ട് ഏതൊരു സംഖ്യ മൾട്ടിപ്ലൈ ചെയ്താലും അതേ വാല്യൂ തന്നെ കിട്ടും. അതുകൊണ്ട് അത് തന്നെ ആയിരിക്കും. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് കോമ്പൗണ്ടിങ് അതിനെ n-1 എന്ന് പറയും. ക്ലിയർ? സോ n ഹിയർ ഈക്വൽ ടു 5 ആണ്. ക്ലിയർ? അപ്പോൾ 5 മൈനസ് അല്ലേ, 5 മൈനസ് 4, 5 മൈനസ് 1 എന്ന് പറയുമ്പോൾ 4 കിട്ടും. 5 മൈനസ് 2 എന്ന് പറയുമ്പോൾ അല്ലേ 3 കിട്ടും. n-1, then n-2, n-3, ഇങ്ങനെ ഓരോന്നും നമ്മൾ കുറച്ച് വരികയാണെങ്കിൽ ക്ലിയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ n-1 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 1 എന്താ? ആദ്യത്തെ വർഷം. ഇവിടുത്തെ 2 എന്താ? രണ്ടാമത്തെ വർഷം. ഇങ്ങനെ n-1, n-2, n-3, n-4, n-5. ലാസ്റ്റ് ഇയർ വരുമ്പോൾ എന്ത് പറയും? n=5 ആയതുകൊണ്ട് 5 - 5 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതുകൊണ്ടാണ് 0 പീരീഡ് വരുന്നത്. 0 പീരീഡ് മീൻസ് ഓപ്പണിംഗ്. ക്ലിയർ? അതിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഒന്നും വരുന്നില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് ഇയർ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് കോമ്പൗണ്ടിങ് കിട്ടി. ക്ലിയർ? അതുകൊണ്ട് 4 വർഷത്തേക്ക് ക്ലിയർ കോമ്പൗണ്ട് ഫാക്ടർ നോക്കിയിട്ട് നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? എത്രയാണ് തന്നിരിക്കുന്നത്? സോ ഹിയർ 5% ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 5% നിരക്കിൽ എന്ത് ചെയ്യണം? 4 വർഷത്തേക്ക് നോക്കണം. ക്ലിയർ? അപ്പോൾ കോമ്പൗണ്ട് ഫാക്ടർ ടേബിൾ എടുത്ത് CF ടേബിൾ എന്നാണ് പറയുക. ഓരോ വർഷത്തേക്ക് ചെയ്യുമ്പോൾ നമ്മൾ കോമ്പൗണ്ട് ഫാക്ടർ ടേബിൾ എന്നാണ് പറയുക. അപ്പോൾ കോമ്പൗണ്ട് ഫാക്ടർ ടേബിൾ എടുത്ത ശേഷം ക്ലിയർ കോമ്പൗണ്ട് ഫാക്ടറിൽ 5% താഴെ ക്ലിയർ 4 വർഷത്തേക്ക് നോക്കുന്നു. അതിൻ്റെ എമൗണ്ട് 1.216 ആയിരിക്കും. അതുപോലെ 3 വർഷത്തേക്ക് നോക്കുന്നു, അത് 1.158 ആയിരിക്കും. അതുപോലെ 2 വർഷത്തേക്ക് നോക്കുന്നു, അത് 1.103 ആയിരിക്കും. 1 വർഷത്തേക്ക് നോക്കുന്നു, അത് 1.050 ആയിരിക്കും. ക്ലിയർ? ദെൻ 0 ഇയറിൻ്റെ വാല്യൂ എപ്പോഴും എന്താണ്? 1 ആണ്. ക്ലിയർ? ഇതെല്ലാം കൂടെ ഈ ഫാക്ടർ എല്ലാം കൂടെ കൂട്ടുന്ന വാല്യൂ ആണ് 5.527. ഇതാണ് നമുക്ക് കോമ്പൗണ്ട് ACF വാല്യൂ ആയിട്ട് കിട്ടുന്നത്. ക്ലിയർ? അപ്പോൾ എങ്ങനെ ACF വാല്യൂ കിട്ടി? ഇപ്പോൾ ടേബിളിൽ നമ്മൾ നോക്കിയിട്ടാണ് അല്ലേ, ആ ടേബിളിൻ്റെ വാല്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? അതിങ്ങനെ ഇയർ വൈസ് ആയിട്ട് കൂട്ടിയാലും കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓരോ വർഷത്തെ എമൗണ്ട് 2000 ഇൻറ്റു ഈ റേറ്റ് ഫാക്ടർ. ക്ലിയർ? ദാറ്റ് ഈസ് എമൗണ്ട് ഇൻറ്റു കോമ്പൗണ്ട് ഫാക്ടർ, എമൗണ്ട് ഇൻറ്റു കോമ്പൗണ്ട് ഫാക്ടർ, എമൗണ്ട് ഇൻറ്റു കോമ്പൗണ്ട് ഫാക്ടർ. അങ്ങനെ ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് ഓരോ വർഷത്തെയും എമൗണ്ട് കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ അതിൻ്റെ ടോട്ടൽ എടുക്കുകയാണെങ്കിൽ, സമ്മേഷൻ എടുക്കുകയാണെങ്കിൽ, സോ വാട്ട് ഈസ് എമൗണ്ട്? 11,054 എന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയിരിക്കുന്ന എമൗണ്ടിന് ഏകദേശം അടുത്ത് വരുന്ന എമൗണ്ടാണ് അല്ലേ. നമുക്ക് 11,052 ആണ് നേരത്തെയും കിട്ടിയിരിക്കുന്നത്. ക്ലിയർ? ഈ രീതിയിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം? കോമ്പൗണ്ട് ഫാക്ടർ എടുക്കാം അല്ലേ. ഇതിൽ ഏതാണ് എളുപ്പം? ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറേയധികം വർക്ക് ഉണ്ട് അല്ലേ. ഇങ്ങനെ ചെയ്യുന്നതിനേക്കാൾ ഇതാണോ നല്ലത്, അതോ ACFൻ്റെ ടേബിൾ എടുത്ത് ചെയ്യുന്നതാണോ? അപ്പോൾ ACF ടേബിൾ നമുക്ക് ഉണ്ടെങ്കിൽ
ക്ലിയർ. നമ്പർ ഓഫ് ഇയേഴ്സ് കൂടുന്തോറും വളരെ എളുപ്പത്തിൽ നമുക്ക് കാൽക്കുലേഷൻ ചെയ്തെടുക്കാൻ പറ്റും. ക്ലിയർ. സോ ദിസ് ഈസ് അഡ്വാൻറ്റേജ് ഓഫ് ആനുവിറ്റി കോമ്പൗണ്ട് ഫാക്ടർ ടേബിൾ. അപ്പോൾ ടേബിൾ യൂസ് ചെയ്യാൻ പഠിക്കണം. ക്ലിയർ. ടേബിളിൻ്റെ മെത്തഡോളജി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിൽ വാല്യൂ ലൊക്കേറ്റ് ചെയ്യാൻ പഠിച്ചിരിക്കണം. ക്ലിയർ. ഓക്കെ. വേറൊരു എക്സാമ്പിൾ കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. ക്ലിയർ. മിസ്റ്റർ രാജൻ ഇൻവെസ്റ്റ് റുപ്പീസ് 1000, 2000, 2500, 3000, 4000 and 4500 at the end of the each year. ഇവിടെ ACF ടേബിൾ ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല. എന്താ കാരണം? എമൗണ്ട്സ് ആർ നോട്ട് ഇൻ ആനുവിറ്റി അല്ലേ? എമൗണ്ട് എന്തല്ല? ആനുവിറ്റി ഇല്ല. നേരത്തെ പറഞ്ഞപ്പോൾ എല്ലാ വർഷവും 2000 രൂപ വീതമാണ്. ഇവിടെ ആണെങ്കിലും 1000, 2000, 3000 അങ്ങനെയൊക്കെയാണ് വരുന്നത്. ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് ഈ രീതിയിലേ ചെയ്യാൻ പറ്റും. ക്ലിയർ. കോമ്പൗണ്ട് ഫാക്ടർ ടേബിൾ എടുത്തിട്ടോ അല്ലെങ്കിൽ ഫോർമുല ഉപയോഗിച്ചിട്ടേ ചെയ്യാൻ പറ്റും. ആൾജിബ്രിക് മെത്തേഡിലൂടെയോ അല്ലെങ്കിൽ ടേബിൾ ഉപയോഗിച്ച് ചെയ്യണം. അപ്പോൾ ടേബിൾ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ക്ലിയർ. അപ്പോൾ നമ്മൾ ടേബിൾ ഷോയിങ് ഫ്യൂച്ചർ വാല്യൂ എഴുതി എന്തൊക്കെയാണ് കൊടുക്കുക? ഇയർ കോളം കൊടുക്കണം, എമൗണ്ട് ഡിപ്പോസിറ്റഡ് കോളം കൊടുക്കണം, നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് കോമ്പൗണ്ടിങ് കൊടുക്കണം. ക്ലിയർ. ദെൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫാക്ടർ കൊടുക്കണം, ഫ്യൂച്ചർ വാല്യൂ കൊടുക്കണം. 6 ഇയേഴ്സ് ആണ് പീരീഡ് n കൊടുത്തിരിക്കുന്നത്. ക്ലിയർ. അപ്പോൾ n-1 ആദ്യം വരുമ്പോൾ അല്ലേ? അപ്പോൾ എത്ര കിട്ടും? 6 - 1 = 5 ആണ് വരിക. 6 - 2 = 4 വരും. ക്ലിയർ. ഇങ്ങനെ നമുക്ക് ഓരോ വർഷത്തെയും കാണാൻ പറ്റും. ക്ലിയർ. ദെൻ എമൗണ്ട് ഒക്കെ എടുത്ത് എഴുതി, നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് കോമ്പൗണ്ടിങ് എഴുതി. ഇനി എന്ത് ചെയ്യണം? ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? 8% തന്നെ. അപ്പോൾ 8% ഈ 5 വർഷത്തേക്ക് നോക്കിയിട്ട് അതിൻ്റെ വാല്യൂ എടുത്ത് എഴുതി. 8% 4 വർഷത്തേക്ക് നോക്കിയിട്ട് അതിൻ്റെ വാല്യൂ എടുത്ത് എഴുതി. അങ്ങനെ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? വാല്യൂ എടുത്തിട്ട് നോക്കി എഴുതുന്നു. ക്ലിയർ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? എമൗണ്ടിനെ ഈ ഫാക്ടർ കൊണ്ട് എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യും. ക്ലിയർ. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ വർഷത്തെയും ഫ്യൂച്ചർ വാല്യൂ കിട്ടും. അങ്ങനെ ഫ്യൂച്ചർ വാല്യൂ സമ്മേഷൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സമ്മേഷനാണ് ദാറ്റ് ഈസ് 19,657. ക്ലിയർ. അപ്പം ഇങ്ങനെയാണ് ഫ്യൂച്ചർ വാല്യൂ ഓഫ് സീരീസ് ഓഫ് ക്യാഷ് ഫ്ലോസ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്തല്ല? റെഗുലർ അല്ല, ഈക്വൽ ഡിനോമിനേറ്റഡ് അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കോമ്പൗണ്ട് ഫാക്ടർ ടേബിൾ എടുത്തിട്ടേ ചെയ്യാൻ പറ്റും. അവിടെ ആനുവിറ്റി അല്ലാത്തതുകൊണ്ട് ആനുവിറ്റി ടേബിൾ എടുക്കാൻ പറ്റില്ല. ക്ലിയർ. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ. അപ്പോൾ ഇതുപോലെയുള്ള ഇല്ലുസ്ട്രേഷൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും. എടുത്ത് സോൾവ് ചെയ്ത് നോക്കുക. ഓക്കെ.